പടം എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി പടം എങ്ങനെയുണ്ട്? നല്ല പടം നല്ല പടം. പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ടായിരുന്നു? പടം അടിപൊളി നല്ല ഓളം പടം വൈബ് പടം സൂപ്പർ പടം. ചേട്ടാ പടം റിലീസായി ഇപ്പൊ എന്ത് തോന്നുന്നു? പറയാണ്ടില്ലേ? അടിപൊളി. താങ്ക് യു. എന്താണ് റെസ്പോൺസ് ഒക്കെ എങ്ങനെ തോന്നുന്നു? ഓ നല്ല റെസ്പോൺസ്. താങ്ക് യു അവരോട് ചോദിക്കാം. ഷാഫ എങ്ങനെയുണ്ട്? നിങ്ങൾ പറഞ്ഞ അടിപൊളിയല്ലേ? പ്രേക്ഷകരുടെ കൂടെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര വൈബായിരുന്നു. നമ്മൾ റിവ്യൂ കണ്ടിരുന്നു, അതിനേക്കാളും നമുക്ക് കുറച്ചുകൂടെ വൈബ് ആയിട്ട് ഫീൽ ചെയ്തു തിയേറ്ററിൽ. എല്ലാവരും കാണാം, എൻ്റെ അഭിപ്രായം പറയാം. കംപ്ലീറ്റ് ഫണ്ണാണ്. ഇത് ഒരു സാഡ് മൊമെൻ്റ് പോലും ഇല്ല, ഫണ്ണാണ്. എല്ലാവരും കാണാം. അതന്നെ ജോമനെ അടിപൊളി സന്തോഷം. തിയേറ്ററിൽ കാണണം. അടിപൊളി ഒരു ഉത്സവം പറഞ്ഞാണെങ്കിൽ ഒരു പ്രതീതി. എല്ലാവരും പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വാദം നിരക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും പടം കാണാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു താങ്ക് യു താങ്ക് യു. എങ്ങനെയുണ്ട്? ഭയങ്കര കോമഡി. പൃഥ്വിരാജ് ആക്ച്വലി നമുക്ക് എല്ലാവർക്കും വളരെ പ്ലീസിംഗ് ആയിട്ടുള്ള എൻ്റർടൈൻമെൻ്റ് ആണ്. ഈ അടുത്തെല്ലാം ഭയങ്കര സീരിയസ് ക്യാരക്ടേഴ്സ് എന്നാൽ പെട്ടെന്നൊരു ഭയങ്കര ഒരു കോമഡി ആൻഡ് ഫൺ എൻ്റർടൈൻമെൻറ്റ് ക്യാരക്ടർ. നല്ല രസമായി. പൃഥ്വിരാജ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ബേസിൽ ഓൾസോ തുടക്കുന്നുണ്ട്. ഭയങ്കര എൻ്റർടൈൻമെൻറ്റ്. സെൽഫ് ഫോണുകളും ന്യൂജൻ തമാശകളും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളുടെ തമാശകളും എന്ന് വേണ്ട, പക്ഷേ അതിന് വലിയ ഒരു നല്ലൊരു കുടുംബ ബന്ധങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു കുടുംബകഥ കൂടി
ആയിട്ട് വന്നിട്ടുണ്ട്. ആക്ഷൻ രംഗങ്ങളുണ്ട്, പാട്ടുകളുണ്ട്, എല്ലാം ഒന്നിനൊന്ന് വെച്ചാണ്. ഒരു സെക്കൻഡ് പോലും ലാഗ് തോന്നിക്കാത്ത രീതിയിൽ കംപ്ലീറ്റ് കോമഡി പാക്കേജ് ആയിട്ടാണ് സിനിമ വന്നിരിക്കുന്നത്. ഒരു മസ്റ്റ് വാച്ച് കോമഡി എൻ്റർടൈനറാണ് ഗുരുവായൂർ പുള്ളിയാണ്. ത്രൂ ഔട്ട് കോമഡി ആണ്. പൃഥ്വിരാജായാലും ബേസിലായാലും കോമഡി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ കോമഡിയും വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന് പറയാം. പിന്നെ നമുക്ക് മെയിനായിട്ട് പറയുകയാണെങ്കിൽ കാശ് കൊടുത്താൽ മുതലാവുന്ന ടിക്കറ്റ് അങ്ങനെ വേണം പറയാം. കാരണം പടത്തിൽ ഫുൾ ത്രൂ ഔട്ട് കോമഡിയാണ്. പിന്നെ പെർഫോമൻസ് ആയാലും പൃഥ്വിരാജിൻ്റെ ഒക്കെ ആക്ഷൻ ക്ലൈമാക്സിൽ പറഞ്ഞാൽ അതൊക്കെ രസമാണ്. എന്തായാലും പടം ഓവറോൾ തിയേറ്റർ വാച്ച് ഹിറ്റാണ്. നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന എഡിറ്റിങ്, പിന്നെ ബിപിൻ സാറിൻ്റെ ആ കഴിവ് എക്സ്പീരിയൻസ് വെച്ചിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് ബേസിലാണ് കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത്. കോമഡിയൊക്കെ ആയിട്ട് ആ എക്സ്പ്രഷനൊക്കെ നന്നായിട്ടുണ്ട്. പൃഥ്വിരാജ് ഓക്കെയാണ്, നന്നായിട്ടുണ്ട്. ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഫാമിലി കാണാൻ പറ്റിയ മൂവിയാണ്. ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ മൂവി തന്നെയാണ്. ഓക്കെ. പൃഥ്വിരാജിൻ്റെ നല്ലൊരു ആക്ഷൻ മൂവി എന്ന രീതിയിൽ കടുവയൊക്കെ പോലെ നല്ലൊരു ആക്ഷൻ മൂവിയാണ്. പൃഥ്വിരാജിൻ്റെ രീതിയിൽ പ്രതീക്ഷിക്കാം. പക്ഷേ എന്നാലും ഇത് ഫാമിലിക്ക് കാണാൻ പറ്റിയൊരു നല്ല മൂവിയാണ്. എല്ലാവരും നന്നായിട്ട് ചിരിയൊക്കെ ഉണ്ടായിരുന്നു തിയേറ്ററിൽ. നമ്മുടെ പ്രേമലൂരൊക്കെ ചിരിച്ച പോലെ തന്നെ കുറേ സീനുകൾ വന്നപ്പോൾ എല്ലാവരും നല്ല ചിരിച്ചു. ബേസിൽ ജോസഫിൻ്റെ ആണെങ്കിലും പൃഥ്വിരാജിൻ്റെ കറക്റ്റ് കട്ടക്ക് നിൽക്കുന്ന അഭിനയമായിരുന്നു. അത് നല്ല അടിപൊളിയാണ്. അത് ഇപ്പോൾ കോമ്പോസാണല്ലോ മെയിനായിട്ട് ഒരു സെലിബ്രേഷൻ പടമാണ്. എല്ലാവരും ഒരു കല്യാണം കൂടാൻ വരുന്നൊരു ഫീലിൽ വന്നിരുന്ന് കാണുക, എൻജോയ് ചെയ്ത് ചിരിച്ച് വീട്ടിൽ പോകും. രാജുവേട്ടൻ ബേസിൽ കോംബോ ഒക്കെ ഒരു അടിപൊളിയായിട്ടുണ്ട്. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കോംബോ ആണല്ലോ അത്. പക്ഷേ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. രാജുവേട്ടനെ നമ്മൾ ഇങ്ങനെ ഒരു കഥാപാത്രം ഒത്തിരി നാളും കൂടി ആയിരിക്കും കാണുന്നത്. രസമുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കോമഡി ഒക്കെ നല്ല രീതിയിൽ വർക്കാണ്. എനിക്ക് വർക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ഉറപ്പുമാണ്. എല്ലാവരും വന്ന് കാണണം. തിയേറ്ററിലൊക്കെ ചിരിയായിരുന്നു. എന്തോ തിയേറ്ററിൽ മൊത്തം ചിരിയായിരുന്നു. പിന്നെ നമുക്ക് കൈയടിക്കാനുള്ള കുറേ വക ഇതിനകത്തുണ്ട്. അത് അടിയും. താങ്ക് യു. ഭയങ്കര വൈബായിരുന്നു. മ്യൂസിക് ആണെങ്കിലും എല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു. ഭയങ്കര നിങ്ങളാണ് അഭിപ്രായം പറയുന്നത്. സിനിമ ഞാൻ നന്നായിട്ടുണ്ടെന്നല്ലേ പറയുന്നുള്ളൂ. സിനിമ അടിപൊളിയായിട്ടുണ്ട്. ഇനി നിങ്ങളെല്ലാവരും കാണാനായിട്ട് ജനുവായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുക. എല്ലാവരും കാണുക. ഒരു ഫെസ്റ്റിവൽ മൂഡാണ്. പാട്ട്, ഡാൻസ്, ഫൈറ്റ് എല്ലാം ഉണ്ട്. എല്ലാവരും വന്ന് കാണുക. അടിപൊളിയാണ്. അടിയനടിയൻ ബന്ധമാണ്. ആ ബന്ധം തിയേറ്റർ വർക്കായിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളെ ബാക്കിയാണ് അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാവരും അവരവരുടെ കുറച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. മാക്സിമം സ്കോർ ചെയ്തിട്ടുണ്ട്. കാണാൻ തോന്നുന്നു തിയേറ്റർ വർക്കാണ്. പൃഥ്വിരാജ് ബേസിൽ കോംബോ ഒക്കെ ഫുള്ളൊരു കോമഡി ത്രില്ലർ മൂവിയാണോ? ഇഷ്ടപ്പെട്ടോ നല്ല രീതിയിൽ?